ഓക്കേ. അപ്പോൾ ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ബി.ജെ.പിയുടെ കരുത്തുറ്റ പോരാളിയും സർവോപരി നടനുമായിരുന്ന കൃഷ്ണകുമാർ അദ്ദേഹം നടനായിരുന്ന എന്ന് ഞാൻ പറയാൻ കാരണം ഈ അടുത്തായിട്ടൊന്നും അദ്ദേഹത്തെ ഞാൻ സിനിമയിലെങ്ങും കാണുന്നില്ല, അതുകൊണ്ടാണ് നടനായിരുന്ന എന്ന് പറഞ്ഞത്. അപ്പോൾ വോട്ടവർ അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കോൺട്രവേഴ്സികൾ സോഷ്യൽ മീഡിയയിൽ വരാറുണ്ട്, നിങ്ങൾ എല്ലാവരും കാണാറുമുള്ളതാണ്. ഭൂരിഭാഗം ആളുകളും പറയാറുണ്ട്, ആ കുടുംബത്തെ വെറുതെ വിട്, എന്തിനാണ് അവരുടെ ഇടയിലോട്ട് കയറി ചെല്ലുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ആരുടെയും കുടുംബത്തിലേക്ക് കയറി ചെല്ലാറില്ല. അവരായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടും, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നുണ്ടല്ലോ, അപ്പം നമ്മുടെ അഭിപ്രായം പറയും, അത്രേ ഉള്ളൂ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ആ ഒരു കോൺട്രവേഴ്സി, അഹാന, അവരുടെ അമ്മുമ്മ, തൻവി എന്ന് പറയുന്ന അവരുടെ കസിൻ, ഇവരെ ചുറ്റിപ്പറ്റി നടന്നൊരു കോൺട്രവേഴ്സി അവര് നിർത്തി. ഓക്കെ, ഞാനും അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ വീഡിയോ ചെയ്ത് ആ ടോപ്പിക്ക് ക്ലോസ് ചെയ്തതാണ്. എന്നാൽ ഇപ്പോൾ ഒരുപാട് ആളുകൾ പഴയ കുറെ കാര്യങ്ങൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതൊക്കെ കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ ഒരു തരത്തിലുള്ള ഒരു ആത്മബന്ധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലെങ്കിൽ സഹോദരികൾ തമ്മിൽ വലിയ സ്നേഹമുണ്ടോ എന്നുള്ള സംശയങ്ങൾ പല ആളുകൾക്കും വന്നു. ഈ അഹാന എന്ന് പറയുന്ന വ്യക്തി, അവരുടെ നേരെ താഴെയുള്ള സിസ്റ്ററായിട്ടുള്ള ദിയ, അവരുടെ ജീവിതം നല്ല രീതിയിൽ തന്നെ 3G ആക്കാൻ നോക്കിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള പല വാർത്തകളും കണ്ടു, കുറെ ചാറ്റുകൾ കണ്ടു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പൊ അതിലേക്ക് എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു. താല്പര്യമുള്ളവർ മാത്രം വീഡിയോ കാണാനിരിക്കുക. ഓക്കെ, പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമായിക്കോട്ടെ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം താഴെ കമന്റ് ബോക്സ് ഉണ്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. കൂടാതെ കമന്റ് ബോക്സിന്റെ തൊട്ടപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിലും അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക. ഇനി കാര്യത്തിലേക്ക് വരാം. പല പോസ്റ്ററുകളും ഈ അഹാന അല്ലെങ്കിൽ തൻവി അവരൊക്കെ ഇട്ടിട്ട് അവരൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അഹാന ഇട്ടൊരു പോസ്റ്റർ ഉണ്ട്, നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഇത് ഇംഗ്ലീഷിലാണ് അഹാന എഴുതിയിട്ടിരിക്കുന്നത്, ഞാനിവിടെ കാണിച്ചു തരാം, എന്നിട്ട് അതിന്റെ മലയാളം തർജിമ ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ കണ്ടല്ലോ നിങ്ങൾ, ഇങ്ങനെയാണ് എഴുതിയിട്ടിരിക്കുന്നത്. ഇനി അതിന്റെ മലയാളം പറഞ്ഞു തരാം. പുതിയൊരു പെർഫോമൻസ് വീഡിയോ വന്നിട്ടുണ്ട്. അവർ പറയുന്ന പുതിയ കള്ളങ്ങൾക്ക് മറുപടിയായി വീണ്ടും 50 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ചെയ്യുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിലുള്ളത്. അഹാന, ഈ 50 മിനിറ്റിന്റെ പുതിയൊരു വീഡിയോ ചെയ്യുന്നതിനെക്കാട്ടിലും വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെന്ന് പറയുന്നു. നിങ്ങളുടെ ഒരു കസിൻ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ അമ്മൂമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കാണിച്ചപ്പോൾ എന്തിനാണ് അപ്പൊ തന്നെ ചാടിപ്പുറപ്പെട്ട് നിങ്ങൾ അതിന് റിയാക്ട് ചെയ്യാൻ പോയതെന്നാൽ അപ്പൊ നിങ്ങൾക്ക് ചിന്തിക്കാൻ മേലായിരുന്നോ? അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോട്ടെ, പ്രായമായിട്ടുള്ളൊരു സ്ത്രീ, ഓക്കെ, അവര് പറയട്ടെ. നിങ്ങൾ തന്നെ നിങ്ങളുടെ വീഡിയോയിൽ പറയുന്നുണ്ട് അവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്, അവരങ്ങനെയാണ്, നിങ്ങളെ ഉപദ്രവിച്ചു, മറ്റേതാണ് മറിച്ചതാണ്, വിളിച്ചോരോന്ന് പറഞ്ഞു, വിട്ടുകളയുക. അന്ന് നിങ്ങൾക്ക് അതിന് പറ്റിയില്ലല്ലോ. ചാടി വന്ന് നിങ്ങൾ ക്യാമറയുടെ ഫ്രണ്ടിലിരുന്ന് അമ്മയെ പുറകിലിരുത്തി നിങ്ങൾ ഖാന എന്ന് കഥകളിരുന്ന് പറഞ്ഞല്ലോ. എന്തിനായിരുന്നു നിങ്ങളത് പറഞ്ഞു? കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തൻവി വന്ന് വീണ്ടും ഒരു വീഡിയോ ചെയ്തു. അതോടുകൂടി പൂർത്തിയായി. നിങ്ങളെ സ്നേഹിച്ചിരുന്ന ആളുകൾ പോലും കല്ലെറിയാൻ തുടങ്ങി. കുറെ ആളുകൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു. എനിക്ക് ഒരു ആന്റി അല്ലെങ്കിൽ ഒരു അമ്മ എനിക്ക് മെസ്സേജ് അയച്ചു. ഈ അഹാനെയും സിന്ധുവിനെയൊക്കെ വളരെ അടുത്തറിയാവുന്ന, അവരുടെ ആ ഏരിയയിൽ തന്നെ താമസിക്കുന്ന ഒരു ആന്റി വന്നിട്ട്, ചിലപ്പോൾ ആന്റി ഈ ഒരു വീഡിയോ കാണുന്നുണ്ടായിരിക്കും, എനിക്ക് മെസ്സേജ് അയച്ചു, മോനെ ഞങ്ങൾക്ക് അവരെ അറിയാം, അവരങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല കുടുംബമാണെന്നൊക്കെ പറഞ്ഞ ആന്റി എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ ഓക്കെ ആന്റി എന്ന് പറഞ്ഞു. കാരണം അവർക്ക് നമ്മളെക്കാട്ടിലും കുറച്ചും കൂടി അറിയാം, വീടിനടുത്ത് താമസിക്കുന്നവരാണ്, പണ്ട് തൊട്ടേ ഉള്ള ബന്ധങ്ങളൊക്കെയാണ്. അപ്പം അവരുടെ മുമ്പിൽ സിന്ധു, കൃഷ്ണ, അഹാനയൊക്കെ വളരെ നല്ല ആളുകളാണ്. ഞാൻ ആന്റിയോട് ഒന്നും പറയാൻ പോയില്ല, അവരുടെ പേഴ്സ്പെക്റ്റീവിനെ ഞാൻ ഇപ്പോഴും മാനിക്കുന്നു. പക്ഷെ നമുക്ക് എല്ലാവർക്കും നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു കുടുംബത്തിലെയും കാര്യം പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് ഒരു പരിധിയിൽ കൂടുതൽ അറിയാൻ സാധ്യതയില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു കുടുംബത്തിൽ ഒരാൾ വന്നിട്ട് പറയുകയാണ്, എൻ്റെ അതേ കുടുംബത്തിലെ ബാക്കിയുള്ള ആൾക്കാർ മോശമാണ്, നമ്മളത് കേൾക്കുന്നു. പക്ഷെ അവർ പറയുന്ന എല്ലാം ശരിയാവണമെന്നില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ സൈഡ് കേൾക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പം അവർ പറയുന്നതിനകത്ത് ഇപ്പുറത്തെ ആൾക്കാരായിരിക്കും കുറ്റക്കാർ. ഇതുള്ളതാ, എല്ലാ കുടുംബത്തിലും ഉള്ളതാ. നമ്മളെല്ലാവരും ആദ്യമേ അതൊന്നും മനസ്സിലാക്കണം. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി ബാക്കി കേൾപ്പിക്കാം. കുടുംബ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചിഴച്ച് ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് എത്ര വലിയ അപമാനമാണ്. ഇങ്ങനെ പെരുമാറുന്നവരെ കുടുംബം എന്ന് പോലും വിളിക്കേണ്ടതില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കള്ളങ്ങൾ, പിന്നെയും കള്ളങ്ങൾ. ഞങ്ങൾ കണ്ടതിൽ ഏറ്റവും മികച്ച അഭിനേതാക്കളും ഇവരാണ്. ഈ അസംബന്ധങ്ങൾ മതിയായി. ഇനി പ്രേക്ഷകർക്ക് എന്ത് വിശ്വസിക്കണമെന്ന് അവർ തന്നെ തീരുമാനിക്കട്ടെ. ഇത്തരം വിലക്കുറഞ്ഞ പബ്ലിസിറ്റി സ്റ്റണ്ടുകളിൽ ഏർപ്പെടുന്നതിനേക്കാൾ ചെയ്യാനുള്ളത് മറ്റു കാര്യങ്ങൾ ഞങ്ങൾക്കുണ്ട്.
എൻ്റെ മുത്തശ്ശിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ശീലം കൊച്ചുമക്കളെ ഓരോ സമയത്തും ഏറ്റവും നല്ലവൻ ഏറ്റവും മോശവൻ എന്ന് വേർതിരിച്ച് പറയുന്നതാണ്. ഓക്കെ, ഏറ്റവും നല്ല ആള് ഏറ്റവും ചീത്ത ആളെന്ന് പറയുന്നതാണ് മുത്തശ്ശിക്ക് ഇഷ്ടമെന്നാണ്. മുത്തശ്ശി എന്നൊക്കെ വിളിക്കാൻ പറ്റുന്നുണ്ടല്ലേ? ഓക്കെ, സോ അത് ഗ്രാൻഡ് മദർന്ന് എഴുതി വെച്ചേക്കുന്നതാണ്. നമ്മളത് മലയാളത്തിൽ തർജ്ജിമ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഈസി ആക്കാൻ വേണ്ടി അത് എടുത്തപ്പോഴത്തേക്ക് മുത്തശ്ശി എന്നൊക്കെയാണ് വരുന്നത്. എടി അടി എന്നൊക്കെ വിളിച്ചാൽ പോരെ. എനിക്ക് ഇഷ്ടമുള്ള ഒരേ ഒരു കൊച്ചുമകൾ ഞാൻ തന്നെയാണ് എന്ന് അവർ പറയുന്ന കുറഞ്ഞത് 15 വീഡിയോകളെങ്കിലും എൻ്റെ കൈവശമുണ്ട്. അതിന് പിന്നിലെ ദുഃഖകരമായ കാരണം എന്താണെന്നോ? ഞാൻ അവർക്കായി ധാരാളം പണം ചിലവഴിക്കുകയായിരുന്നു, പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോവുകയായിരുന്നു. നാണമില്ലേ അഹാന? ചെയ്തു കൊടുത്ത കാര്യങ്ങൾ വന്നിരുന്നിങ്ങനെ നാട്ടുകാരോട്, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ചെയ്തു കൊടുത്ത കാര്യങ്ങൾ നാട്ടുകാരോട്, നിങ്ങളുടെ വീട്ടിൽ പറഞ്ഞാൽ ഓക്കെ മനസ്സിലാക്കാം, വന്ന് നാട്ടുകാരോട് പറയാൻ ഒരു നാണോ മാനോ ഇല്ലേ? ഇതെന്നിട്ട് മുക്കി കളഞ്ഞു, ഇതൊക്കെ ഡിലീറ്റ് ചെയ്തേ കളഞ്ഞു. മനസ്സിലായില്ലേ ഇംഗ്ലീഷിൽ എഴുതിയിട്ടത്? ഓക്കെ, ബാക്കി. അവർക്കായി ധാരാളം പണം ചെലവഴിക്കുകയായിരുന്നു, പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകുമായിരുന്നു, വേണ്ട സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുമായിരുന്നു. അതുകൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞിരുന്നത്. മറ്റുള്ള കൊച്ചുമക്കൾ അന്ന് ചെറുപ്പമായിരുന്നതിനാൽ അത്രയും ചെലവഴിക്കാനോ ചെയ്യാനോ കഴിയുമായിരുന്നില്ല. അതാണ് അവരുടെ സ്വഭാവം. 1 കിലോ ആപ്പിൾ വാങ്ങിക്കൊടുത്താൽ അതുവരെ മറ്റുള്ളവർ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളും അവർ മറന്ന് നിങ്ങളെ മാത്രം പുകഴ്ത്തും. ഓക്കെ, മതി എൻ്റെ പൊന്നു ചേച്ചി, ഇത് എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ. മനസ്സിലായില്ലേ? എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നിങ്ങളെന്തിനാ ഇത് വന്ന് സോഷ്യൽ മീഡിയയിൽ വിളമ്പാൻ പോകുന്നത്? ഓക്കെ, നിങ്ങളുടെ കസിൻ ഇങ്ങനെ ഒരു സാധനം വന്ന് പറഞ്ഞു, അത് വിട്ടുകളാണ്. ഇഗ്നോർ ചെയ്യാൻ നിങ്ങൾക്ക് എന്താ പറ്റാഞ്ഞത്? അല്ല, നിങ്ങൾക്കിത് ഒരുപാട് ആളുകൾ ചർച്ച ചെയ്യണമെന്നുണ്ടായിരുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഇതെടുത്ത് വീണ്ടും 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 ആളുകൾ സംസാര വിഷയമാക്കുന്നതിൽ പോയി തല വെക്കണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ റിയാക്ട് ചെയ്യാൻ പോകണ്ടായിരുന്നു, അതവിടെ വിടണമായിരുന്നു. മനസ്സിലായില്ലേ? നിങ്ങളത് വിട്ടായിരുന്നെങ്കിൽ അവരുടെ അടിയിൽ ഒരുപാട് കമന്റ് വരുമ്പോൾ അടുത്ത ദിവസം ആ ഒരു തൻവി തന്നെ വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയേനെ. അപ്പം നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു വീഡിയോ, മനസ്സിലായോ? അപ്പൊ അത് കാണുന്നവർക്ക് പൊളിയും. അവരപ്പോൾ വീണ്ടും അവരുടെ ഭാഗം ന്യായീകരിക്കാനും അവർ നിങ്ങളെ കുറ്റപ്പെടുത്താനും ശ്രമിക്കും. ഇത് ഓഫ് കോഴ്സ് ഇത് എല്ലായിടത്തും നടക്കുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങളുടെ ലൈഫിലും നടന്നു അഹാന. പിന്നെ ഒരു പരിധിയിൽ കൂടുതൽ ഞങ്ങൾക്ക് നിങ്ങളെ വിശ്വസിക്കാനും പറ്റില്ല. കാരണം നിങ്ങളുടെ സ്വന്തം സിസ്റ്ററിനോട് ചെയ്ത പല കാര്യങ്ങളും ഇപ്പം എങ്ങും പറയാതെ ദിയാകൃഷ്ണ കുറെ പോസ്റ്ററുകളൊക്കെ ഇട്ട് വിടുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്കിട്ടുള്ള കൊട്ടാണെന്ന് കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അതിലേക്കൊക്കെ പോകാം. അതിനു മുമ്പ് തൻവിയുടെ ചാനൽ ഒന്ന് പോയി നോക്കുമ്പോഴത്തേക്ക് തൻവി വീഡിയോകളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ആ ഒരു റീസൺ ഫോർ റിട്ടേൺ അതിന്റെ പാർട്ട് 2 മാത്രമേ ഉള്ളൂ. പാർട്ട് 1 ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതിന് ശേഷം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോ അതിട്ട് 2-3 മണിക്കൂറിനുള്ളിൽ കളഞ്ഞു. അപ്പൊ അത് കുടുംബക്കാരൊക്കെയോ ഇടപെട്ട് അത് പരിപാടി തീർത്തു എന്നാണ് പറയുന്നത്. നമുക്കറിയില്ല കുടുംബക്കാരിടപെട്ടതാണോ അതോ ഇനിയും കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ മേളിലുള്ള ടീമുകളെ കൊണ്ടൊക്കെ വിളിപ്പിച്ചു വല്ലതും പേടിപ്പിച്ചൊക്കെ നമുക്കറിയില്ല. കാരണം അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്കറിയാവുന്ന ആളുകളോട് പോലും അവരത് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? അവർക്കെതിരെ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അങ്ങ് ഇല്ലാതാക്കും. ആ ഒരു പരിപാടി ഉള്ളതാണ്. ഇതിപ്പോൾ നിങ്ങൾ കണ്ടോണം, ഒരു 2-3 മാസം അടുത്ത കോൺട്രവേഴ്സി ആയിട്ട് വീണ്ടും വരും. ഇതിൽ ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കൃഷ്ണകുമാർ കുടുംബം, മനസ്സിലായോ? നിങ്ങൾ തന്നെയാണ് ഇതിൻ്റെയൊക്കെ കാരണക്കാർ അല്ലേ? നിങ്ങൾ പറ പ്രിയപ്പെട്ടവരെ, അല്ലേ? എന്തിനിതൊക്കെ കുടുംബത്തിലെ നല്ല കാര്യങ്ങൾ. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ വീഡിയോ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ അഹാനയാണെങ്കിലും സിന്ധു ആണെങ്കിലും അവരുടെ വീട്ടിലെ കുഴപ്പങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും അവർ ഇതിനായിട്ടും വന്ന് പറഞ്ഞിട്ടില്ല. ആ ഒരു കാര്യത്തിൽ അവർ നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ പറയാതിരുന്ന അവസാനം അവരുടെ കുടുംബത്തിൽ ഒരാൾ വന്ന് പറഞ്ഞപ്പോൾ അവർക്ക് എല്ലാവരും കൂടെ ഈ എല്ലാ കാര്യങ്ങളും വന്നങ്ങ് തട്ടേണ്ട വന്നു. അത് പിന്നെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്നില്ല. മനസ്സിലായില്ലേ? വീഡിയോയിലൂടെ, അത് കഴിഞ്ഞ് പോസ്റ്ററിലൂടെ. അതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? അല്ല, ആവശ്യം വരുന്നൊരു സാഹചര്യത്തിലാണെങ്കിൽ ഓക്കെ ചെയ്യാം. പക്ഷെ ഇതൊക്കെ ഇപ്പം പ്രായമായ ഒരു അമ്മുമ്മ, അവർക്ക് OCD ഉണ്ടെന്ന് പറയുന്നു. ഓക്കെ, ഒരു അസുഖമുണ്ട് അവർക്ക്. അതിനെ അങ്ങനെ അങ്ങോട്ട് കാണാൻ എന്തുകൊണ്ട് അഹാനയ്ക്ക് പറ്റുന്നില്ല? തൻവി എഴുതി, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തൻവി എഴുതിയിട്ടൊരു പോസ്റ്റർ ഉണ്ട്, യൂട്യൂബിൽ തന്നെയാണ്. വി ഹാവ് ഡിസൈഡഡ് ടു ടോക്ക് തിങ്സ് ത്രൂ ദ ഫാമിലി ആൻഡ് ക്ലാരിഫൈ ദ മിസ്അണ്ടർസ്റ്റാൻഡിങ്. ബോത്ത് മീ ആൻഡ് അഹാന വിൽ ടേക്ക് ഡൗൺ ദ വീഡിയോസ് ആൻഡ് ടോക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, അവർ വീഡിയോ പരിപാടി എല്ലാം എടുത്ത് കളഞ്ഞിട്ട് അവർ സംസാരിച്ച് എല്ലാം സെറ്റാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സംസാരിച്ച് കുടുംബം പഴയ പോലെ ഒത്തൊരുമയോടുകൂടി പോകുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് ഇങ്ങനെയൊക്കെ പോകും മിക്കവാറും, അല്ലാതെ ഇങ്ങനെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അഹാനയ്ക്കാണെങ്കിലും ഇച്ചിരി ഞാൻ അറിഞ്ഞത് വെച്ച് അഹാനയുടെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർ, അല്ലെങ്കിൽ അഹാനയെ പേഴ്സണലി അറിയാവുന്നതല്ല, കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും ഒക്കെ പറയുന്നത് അത്ര നല്ല സ്വഭാവത്തിന് അടിമയൊന്നും അല്ല. അത്യാവശ്യം ജാടയും അത്യാവശ്യം അഹങ്കാരവും ഒക്കെ ഉള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് അഹാനയെ പല ആളുകൾക്കും പറയാനുള്ളത്. എനിക്കറിയില്ല കേട്ടോ, എനിക്ക് പേഴ്സണലി അവരെ അറിയില്ല, അതുകൊണ്ട് തന്നെ ഞാനത് പറയുന്നൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നു. അപ്പോൾ ആ ഒരു പോസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ അത്രേ ഉള്ളൂ. ഇനി ഒരു വീഡിയോ എനിക്ക് നിങ്ങളെ കാണിക്കാനുണ്ട്. അതിന് മുമ്പ്
ദിയ ഇട്ടിരിക്കുന്ന കുറച്ച് പോസ്റ്റേഴ്സ് ഇത് ഇങ്ങനെ ഓരോരുത്തരൊക്കെ എടുത്ത് ഇപ്പോഴും ഷെയർ ചെയ്യുന്നുണ്ട്. ഒരു പോസ്റ്ററാണ്, അത് എന്തോ പന്തികേട് തോന്നുന്നു. അത് തോന്നാൻ കാരണം ദിയയുടെ പോസ്റ്റേഴ്സ് ആണ്. ദിയ സ്റ്റോറിയാക്കി നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഇടുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതിൽ ആദ്യത്തേൽ എഴുതിയിരിക്കുന്നത്, എനിബഡി ദാറ്റ് ട്രൈസ് ടു മേക്ക് യു ഗോ അഗെയിൻസ്റ്റ് യുവർ ഹസ്ബൻഡ് ഓർ വൈഫ് ഈസ് അബ്സല്യൂട്ട്ലി എ സ്നേക്ക്. ഇത് എഴുതിയിടാനുള്ളൊരു കാരണം ചിലയിടത്തൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ അഹാന, ഈ അശ്വിൻ ദിയ അവരുടെ കല്യാണത്തിന് മുമ്പ് അശ്വിൻ എന്തൊക്കെയോ മോശമായിട്ടുള്ള മെസ്സേജുകൾ, അതായത് ദിയയ്ക്ക് വേറെ ബോയ് ഫ്രണ്ട്സ് ഉണ്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ദിയയെ പറ്റി കുറ്റം പറഞ്ഞൊക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള പല കഥകൾ കേൾക്കുന്നുണ്ട് കേട്ടോ. പല കഥകൾ കേൾക്കുന്നുണ്ട്. സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. അതല്ലാതെ അങ്ങനെ എന്തെങ്കിലും കാണുമല്ലോ, ഇല്ലെങ്കിൽ ദിയ ഇങ്ങനെ ഒരു കാര്യം എഴുതിയിടേണ്ട എനിക്ക് മനസ്സിലാവുന്നില്ല. തൻവി എന്തായാലും പുറത്തായിരുന്നു. തൻവി അശ്വിനെ പറ്റിയോ അല്ലെങ്കിൽ ദിയയെ പറ്റി അശ്വിനോടോ ഒക്കെ അങ്ങനെ കഥകൾ പറഞ്ഞു എന്ന് വിശ്വസിക്കാൻ നമുക്ക് പറ്റുന്നില്ല. പക്ഷെ ചേച്ചി അഹാന ഇങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, മെസ്സേജുകൾ എന്നൊക്കെ ഇങ്ങനെ കേട്ടു. പിന്നെ അതെ വേറൊരെണ്ണം, ദിസ് ഈസ് അബ്യൂസ് ബട്ട് ദിസ് ഈസ് ഓൾസോ അബ്യൂസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം നമ്മുടെ ദിയ അടിച്ചിറക്കി വിടുന്നുണ്ട്. ഓക്കെ, അത് നമ്മളെല്ലാവരും ഒന്ന് ഗവനിക്കണം. ഇത് ആർക്കിട്ടുള്ള കൊട്ടാണെന്ന് പ്രോപ്പറായിട്ട് എനിക്കറിയില്ല, ഞാനത് പറയാനും നിൽക്കുന്നില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമാണ്, ഞാനത് ചെയ്യുന്നില്ല. ഇനി വേറൊരു റൈറ്റിങ്, ഇതൊക്കെ അഹാന ദൂരെ കളഞ്ഞു, പക്ഷെ ആളുകൾ എടുത്തു വെച്ചിട്ടുണ്ട്, അവർ അയച്ചു തരും നമ്മൾ റിയാക്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇത് ഇംഗ്ലീഷിൽ തന്നെയാണ്, ഞാനൊന്ന് വായിച്ചു തരാം, എന്നിട്ട് മലയാളത്തിൽ പറയാം. എ ന്യൂ സെറ്റ് ഓഫ് ലൈസ്, ഇഫ് ആൻ ഏജ്ഡ് പേഴ്സൺ കംസ് ആൻഡ് സേ എനിത്തിങ് ഇറ്റ് ജസ്റ്റ് ബിക്കം ട്രൂ. സി അങ്ങനെയല്ല അഹാന പറയുന്നത്, ഒരു പുതിയ തരത്തിലുള്ള ഒരു സെറ്റ് ഓഫ് കള്ളങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു പുതിയ ഒരാൾ, അതായത് ഇച്ചിരി പ്രായമുള്ള ഒരാൾ വന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ആളുകളെല്ലാം അവരെ വിശ്വസിക്കുമെന്നാണ്. അങ്ങനെ അവരെ കംപ്ലീറ്റ്ലി വിശ്വസിക്കുന്നില്ല അഹാന, അവരെ വിശ്വസിക്കുന്നില്ല. പക്ഷേ നിങ്ങളുടെ സൈഡിലും നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ അമ്മ പറഞ്ഞാൽ പിന്നെ മനസ്സിലാക്കാം, നിങ്ങൾ ആ സ്വന്തം അമ്മുമ്മയെ വിളിച്ച വാക്കുകൾ, ഓക്കെ, നിങ്ങൾ അതിനെ ഒന്നും ഒരിക്കലും നിങ്ങൾ എതിർക്കുന്നില്ല. അവർ നിങ്ങളെ എന്തൊക്കെയോ പറഞ്ഞോണ്ടെന്ന് നിങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ അവരെ നിങ്ങൾ വിളിച്ചു എന്ന് പറയുന്ന വാക്കുകളെ ഒരിക്കലും നിങ്ങൾ അങ്ങനെ വിളിച്ചിട്ടില്ല, നിങ്ങൾ എതിർക്കുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് കുറെ ആളുകൾ അവരുടെ കൂടെ നിൽക്കുന്നത്, തൻവിയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. അത് അഹാനയൊന്നും മനസ്സിലാക്കുക. ഓക്കെ, just one question. When Tanvi decided to stop so low and show chats and messages, which happened after my grandma said certain things, why did you not put out those 2 audios that your grandmother sent me? നല്ലത് ആയിരിക്കും. അതായത് എന്തൊക്കെയോ വോയിസ് മെസ്സേജോ എന്തൊക്കെയോ അയച്ചിട്ടുണ്ടായിരുന്നു, അതെന്താണ് തൻവി പുറത്തു വിടാൻ തയ്യാറാവാത്തതെന്നൊക്കെയാണ് ചോദിക്കുന്നത്. നല്ല തെറി പറഞ്ഞിട്ടുണ്ടായിരിക്കും അമ്മുമ്മ. ഇല്ലാന്ന് ഞാനും പറയുന്നില്ല, തൻവി എവിടെയെങ്കിലും പറഞ്ഞോ? ഇല്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, അവർക്ക് അസുഖമുണ്ട്. അവരെന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് അവർക്കൊരു ബോധവും കാണത്തില്ല. മതി, ഞാനിത് കൂടുതലൊന്നും വായിക്കുന്നില്ല. ഇവർ കുറേ കാര്യങ്ങളാണ്, ഇതുപോലുള്ള കാര്യങ്ങൾ തന്നെ, പറഞ്ഞ കാര്യങ്ങൾ തന്നെ. There are 2 audios which I have sent Tanvi's mother, Tanvi 2 months ago, which contains things which 2 human beings should say to their grandchildren ever. When Tanvi was being so transparent, why did she choose to avoid those 2 audios? See, Tanvi ഒന്നും അതിന് പുറത്ത് വിട്ടിട്ടില്ല. തൻവി ഒരു ചാറ്റ് പോലും അഹാനെ എന്തെങ്കിലും പുറത്ത് കാണിക്കുകയാണെങ്കിൽ ഞാനും കാണിക്കാന്നേ തൻവി പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ തൻവി ഒന്നും കാണിച്ചിട്ടില്ല. അത് അഹാനെ ഒന്നും മനസ്സിലാക്കണം. തൻവി ഒന്നും ഞങ്ങളെ കാണിച്ചിട്ടില്ല, ജസ്റ്റ് വായിച്ചതേ ഉള്ളൂ 1-2 എന്തോ ചാറ്റ്. അത് നിങ്ങൾ എന്താണോ ചെയ്തത് അത് തന്നെ തൻവിയും ചെയ്തു, അല്ലാതെ വേറൊന്നും തൻവി എക്സ്ട്രാ ചെയ്തിട്ടില്ല. അത് അഹാന മനസ്സിലാക്കുക. ജനങ്ങളെ മണ്ടന്മാരാക്കാൻ ശ്രമിക്കാതിരിക്കുക അഹാന. That could have given a clear picture about things. And just for everyone's information, whatever my grandmother said in those 2 audios is beyond what any of you could imagine, because that's how foul-mouthed she unfortunately is. She has called us words we haven't even heard of otherwise. Everything I have said has been a reason to that. Why show just the responses without showing what actually triggered the responses? Isn't that unfair? My grandfather has heard them. He had tears when he heard it. Okay, ഞങ്ങൾക്കറിയില്ല, വിശ്വസിക്കുന്നു അഹാന പറയുന്നതിനകത്ത് കാര്യം ഉണ്ടായിരിക്കും. അമ്മുമ്മ വിളിച്ചത് എന്തൊക്കെയോ അപ്പൂപ്പൻ കേട്ടപ്പോൾ അപ്പൂപ്പന് ഒരുപാട് സങ്കടമായി എന്നൊക്കെയാണ് അഹാന പറയുന്നത്. ആയിരിക്കാം, നമുക്കറിയില്ലല്ലോ. Okay, after that incident, I am sorry, I cannot be respectful with my grandmother. It doesn't matter if the person opposite is older to me or younger to me. Okay, പ്രായം കൂടിയ ആളാണെങ്കിലും ശരി, പ്രായം കുറഞ്ഞ ആളാണെങ്കിലും ശരി, എൻ്റെ ഓപ്പോസിറ്റ് വന്നിട്ട് കൊണകൊണ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെച്ചേക്കത്തില്ല. ഒരു മൂടാണ് അഹാന. ഓക്കെ, ഞാനൊന്നും പറയാനില്ല. We have a million things to say. We have proof for everything, but we choose to hold on to our dignity and keep silent hereafter. If you want to hate
on me based on what I said. Please do. I know why I said what I said and I know I don't have to be sorry about it. ഇപ്പോഴും കുറ്റബോധമൊന്നുമില്ല. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം അഹാന, ഐ റെസ്പെക്ട് ദാറ്റ്. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എങ്കിൽ ഉറച്ചു നിൽക്കുക. We will not speak on this hereafter provided Tanvi doesn't stood further down and leave us with no choice. Like I said my earlier video, if any of you meet me in person, come and talk to me. I will play out here audios to you. എന്തിന് ഹാന, എന്തിന്? നിങ്ങൾ തന്നെ പറയുന്നു നിങ്ങളുടെ കുടുംബകാര്യം നിങ്ങൾക്ക് ഇനിയും സോഷ്യൽ മീഡിയയിലിട്ട് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. ഈ സോഷ്യൽ മീഡിയ വഴി നിങ്ങളെ കണ്ട ആളുകൾ നിങ്ങളുടെ ഫ്രണ്ടിൽ വരുമ്പോൾ നിങ്ങളുടെ കയ്യിരിക്കുന്ന പ്രൂഫുകൾ നിങ്ങൾ എന്തിന് കേൾപ്പിക്കണം? അത് അതിനെക്കാട്ടിലും വലിയ മോശമല്ലേ ചേച്ചി? വൈ യു നീഡ് ടു ഡു ദാറ്റ് അഹാന? വൈ? അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനത് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വീഡിയോ കാണുന്നവർക്ക് ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം, അഹാനെ എന്താണ് അമ്മൂമ്മ പറഞ്ഞത് കേൾക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, വൺസ് യു ഹാവ് മീറ്റിംഗ് ഹെർ, നിങ്ങൾ എപ്പോഴെങ്കിലും അവരെ കാണുകയാണെങ്കിൽ, അഹാനെ കാണുകയാണെങ്കിൽ പോയി ചോദിക്കുക. അവൾ അപ്പം തന്നെ എടുത്തത് ചേച്ചി കേൾപ്പിക്കുക എന്ന് പറഞ്ഞ് കേൾപ്പിക്കുമായിരിക്കും. എന്താണെങ്കിലും ഇനി ഒരു വീഡിയോ ക്ലിപ്പും കൂടെ ഉണ്ട്, നമുക്ക് അതും കൂടി ഒന്ന് കാണാം. ആളുകൾ അയച്ചു തന്ന കേട്ടോ, ഞാനായിട്ട് കുത്തിയിരുന്ന് കഷ്ടപ്പെട്ട് എടുത്തതല്ല, നമുക്ക് അയച്ചു തരും. അങ്ങനെ നമ്മൾ ചെയ്യുകയാണ്. അല്ലാതെ വയ്യ. നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയല്ലോ. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഈ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സിനോട് നിങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിക്കും. നിങ്ങൾ പുറത്ത് പോകുന്നത്, ഐസ്ക്രീം തിന്നുന്നത്. ഒരു സാറ ടോക്സ് എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ കുറേ വീഡിയോസ് എനിക്ക് ആൾക്കാർ അയച്ചു തരുന്നുണ്ട്. ചുമ്മാ 24 ഞാൻ ഒരു മാസമായിട്ടാണ് അവരെ കാണുന്നത്. അവരിങ്ങനെ ഫുഡ് കഴിക്കുന്നത് ചുമ്മാ ഇരുന്ന് ഈ പെണ്ണ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അവരുടെ വീഡിയോയിൽ ആരോ കമന്റ് ഇട്ടെന്നും പറഞ്ഞ് അവരെ എന്തൊക്കെയോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പെണ്ണ് സാറോ ടോക്സ് എന്ന് എന്തോ പറഞ്ഞിട്ട്, എന്തിന്റെ കാര്യം? കമന്റ് ബോക്സിൽ ആൾക്കാർ വന്ന് അഭിപ്രായം പറയും. ചുമ്മാ ഇരുന്ന് ഞാനും കുറച്ചായിട്ട് ഇവരുടെ ഈ റീല് കാണാറുണ്ട്. നമ്മുടെ റീലെന്നല്ല, ഷോർട്സ് യൂട്യൂബിൽ. ചുമ്മാ കുറെ ഇങ്ങനെ കഴിക്കുന്ന ഈ പെണ്ണ് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുന്ന വീഡിയോ മാത്രം. എന്തിന്? അപ്പൊ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ചോദിക്കും, പറയും. അപ്പൊ അങ്ങോട്ട് ട്രിഗർ ആയിട്ട് ആ പറയുന്നവരെ അവരുടെ മറ്റേ എന്താണ് പേഴ്സണൽ, അവരുടെ ഇൻസ്റ്റഗ്രാം കണ്ടുപിടിച്ച് അവരുടെ ഫോട്ടോ ഒക്കെ നാട്ടുകാരെ കാണിച്ചിട്ട് ഈ പെണ്ണ് എപ്പോഴും ഒരേ ഡ്രസ്സാണ് ഇടുന്നത്, ഇപ്പൊ എനിക്ക് എന്തെങ്കിലും പറയണ്ടേ എന്നൊക്കെ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കണ്ടു. എന്ത് കാര്യത്തിന്? എന്തിന്? സി, യൂട്യൂബ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, ഇവിടെ വന്ന് പലതും കാണിക്കുമ്പോൾ ആൾക്കാർ അഭിപ്രായങ്ങൾ പറയും. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇതിപ്പം ഇവിടെ ആയതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ആൾക്കാർ പച്ചത്തറി വിളിക്കാറില്ല. ഈ സെയിം സാധനം ഞാൻ ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട്. എൻ്റെ വീഡിയോ ഫേസ്ബുക്കിൽ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, ഫേസ്ബുക്കിലുണ്ടെങ്കിൽ ഒന്നൊന്ന് ഫോളോ ചെയ്തേക്കുക കേട്ടോ. ഫേസ്ബുക്കിലൊക്കെ ഈ സാധനം വരുമ്പോൾ തെറിയായിരിക്കും. ഞാൻ മൈൻഡ് ചെയ്യാറില്ല. എന്ത് കാര്യത്തിന്? പറയുന്നവർ പറഞ്ഞു പോട്ടെ, അവർക്കൊരു നേരം പോക്ക്. ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ. അങ്ങനെ കാണാൻ പറ്റണം. സോഷ്യൽ മീഡിയ അങ്ങനെ എടുക്കാൻ പറ്റണം. എന്നെയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പേഴ്സണൽ ലൈഫിനെയൊക്കെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുക സാധനം. നമ്മൾ എടുക്കുന്ന ടോപ്പിക്കുകളായിക്കോട്ടെ അഫക്റ്റ് ചെയ്യും. പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ അതിനകത്തൊന്ന് സ്കിപ്പ് ചെയ്യാൻ നോക്കണം. എനിക്ക് കുറച്ചായിട്ടത് പറ്റിയിട്ടില്ലായിരുന്നു. ഒരു 3-4 മാസം ഞാൻ ഇതിനകത്ത് വല്ലാത്ത എൻ്റെ പേഴ്സണൽ ലൈഫിനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തു. പക്ഷെ ഇപ്പം ഞാൻ അതിനകത്തൊന്ന് കം ഔട്ട് ചെയ്തു. നമ്മളതിനുള്ള വഴികൾ കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ. പിടികിട്ടിയോ? അതാണ് എനിക്ക് ഈ വീഡിയോകളൊക്കെ കാണാനുള്ളവരോടും പറയാനുള്ളത്. നിങ്ങൾ കാണുക, ജസ്റ്റ് ടേക്ക് ഇൻ ടു യുവർ ഹെഡ്. ഒന്ന് നിങ്ങളുടെ ഒരു ബുദ്ധിയിൽ ചിന്തിക്കുക കാര്യങ്ങൾ, അത് കഴിഞ്ഞ് വിട്ടുകളയുക. അല്ലാതെ ഇതെടുത്ത് നമ്മൾ തലയിൽ വെക്കാനോ ചുമ്മാ ആൾക്കാരെ തെറി പറയാനോ എന്ത് കാര്യത്തിന്? അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? എനിക്ക് നിങ്ങൾക്കും ഒക്കെ ഒരാവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ലീവ് ഇറ്റ്, അത്രേ ഉള്ളൂ. നമുക്കിനി ഈ വീഡിയോ ക്ലിപ്പ് കൂടെ കാണാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അപ്പൂപ്പൻ ഏതോ ഒരു പ്രാവശ്യം ഷുഗർ ലോ ആയി ഹോസ്പിറ്റലിലായി കഴിഞ്ഞപ്പോഴത്തേക്കും തൻവി അയക്കുന്ന മെസ്സേജ് ഉണ്ട്. ഇഫ് നമുക്ക് എന്താണ് എവിടെ he's so peaceful. ഇത് 31st January തൻവി saying he's so peaceful when he's outside with you guys. ഞാൻ അപ്പൂപ്പനുമായിട്ട് ഫുഡ് കഴിക്കുന്ന വീഡിയോ അയച്ചു കൊടുത്തു. എന്നിട്ട് അമ്മൂമ്മയുടെ കുറ്റം പറയുന്ന എത്രയോ മെസ്സേജസ്. മറ്റേ അപ്പൂപ്പനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു വീട്ടിലോട്ട് മാറ്റണം. ഹോം നഴ്സ് പറയുന്ന അതേ ഡയലോഗ് തൻവി has said. ബാക്കി കേൾപ്പിക്കാമേ. കണ്ടല്ലോ ഹാന, നിങ്ങൾ തന്നെ ചാറ്റുകളൊക്കെ ഇരുന്ന് വായിക്കുന്നുണ്ട്. ഇത് തന്നെ തൻവിയും ചെയ്തുള്ളൂ. അതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതല്ലാതെ തൻവി ഒന്നും കാണിക്കുന്നില്ല. നിങ്ങളാണ് പറയുന്നത് നിങ്ങൾ അമ്മമ്മ വിളിച്ച 2 വോയിസ് നിങ്ങൾക്ക് ഇട്ട് തന്ന 2 വോയിസ് ക്ലിപ്പുകൾ കേൾപ്പിക്കൂ. എന്ത് കാര്യത്തിന്? അവരായിട്ടൊന്നും കേൾപ്പിച്ചിട്ടില്ല. നിങ്ങളായിട്ട് ഇങ്ങനെ ഇരുന്ന് വായിച്ചപ്പോൾ അവരും കൂടെ ഇരുന്ന് വായിക്കുന്നു. അത്രേ ഉള്ളൂ, അത്രേ ചെയ്തിട്ടുള്ളൂ. ഇനി നിങ്ങളെ അവർ പറഞ്ഞ വോയിസ് ക്ലിപ്പുകൾ കേൾപ്പിക്കാൻ പറയുന്നു, അവരത് കേൾപ്പിക്കുന്നു. അതിനുശേഷം നിങ്ങൾ അങ്ങോട്ട് എടി ബോഡി വിളിച്ച വല്ല സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അവരെടുത്ത് വീണ്ടും കേൾപ്പിക്കുന്നു. എന്തിന്? ആളുകൾ ഉറപ്പായിട്ടും അഹാന അമ്മൂമ്മയുടെ കൂടെ നിൽക്കത്തുള്ളൂ. മനസ്സിലായോ? അമ്മൂമ്മയുടെ തൻവിയുടെ 2 തെറി പറഞ്ഞാലും അമ്മൂമ്മയുടെ നിൽക്കത്തുള്ളൂ. കാരണം അവർക്ക് പ്രായമായി. ഓക്കെ, നല്ല ഏജ് ഉണ്ട് അവർക്ക് അസുഖവുമുണ്ട്. അപ്പൊ പിന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കിക്കൂടെ? നിങ്ങൾക്ക് വേണ്ട, വിട്ടുകളയുക. അങ്ങനെ ഒരു ബന്ധം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ടാന്ന് വെച്ചിട്ട് പോവുക, അത്രേ ഉള്ളൂ.
അല്ലാതെ ചുമ്മാ തെറി പറയാനും വിട്ട് കളയുക. പറ്റും, നമുക്കൊക്കെ പറ്റിപ്പോവും. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വിട്ടേക്കുക. അത്രേ ഉള്ള ഹാന. ബാക്കി അപ്പം ഈ ഇഷ്യൂസ് എല്ലാം അറിയാമായിരുന്ന ഒരാൾ എന്നിട്ട് 12th February 2026 തൻവി അമ്മയ്ക്ക് ഒരു വലിയൊരു മെസ്സേജ് അയച്ചിരുന്നു, സെയിങ് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ അമ്മൂമ്മ വിളിച്ച് കാശ് 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 എന്ന് പറഞ്ഞ് ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വി ഫെൽ വെരി ബാഡ്, കാരണം അവൾ ആ സമയത്ത് പ്രഗ്നന്റ് ആയിരുന്നു. അപ്പോൾ അന്ന് തൻവി 12th February 2026 അന്നൊക്കെ അപ്പോഴൊക്കെ നമ്മൾ തൻവിയുടെ സൈഡിലാണ് നിൽക്കുന്നത്. നമ്മൾ പറയുന്നത് തൻവി യു ബോദർ അബൌട്ട് യുവർ ഹെൽത്ത്, മൈൻഡ് ചെയ്യേണ്ട, വിട്ട് കളഞ്ഞേക്ക്, അവർ ടെൻഷൻ തരുന്നെങ്കിൽ ഫോൺ എടുക്കണ്ട, ഇങ്ങനെയൊക്കെ നമ്മൾ തൻവിയുടെ. അപ്പം ഇത്രയും അപ്പൻ ഹോസ്പിറ്റലായിരിക്കുമ്പോൾ തൻവി വരെ പറയുവാണ് ദിസ് ലേഡി ഈസ് നോട്ട് ഗിവിംഗ് ഹിം പീസ്, ഹി നീഡ്സ് ടു ബി മൂവ് സെപ്പറേറ്റ്ലി. ഇതിന്റെയൊക്കെ ചാറ്റ് സ്ക്രീൻഷോട്ട്സ് എൻ്റെ കയ്യിലുണ്ട്. ചാറ്റ് സ്ക്രീൻഷോട്ട് ലൈക്ക് ഇറ്റ്സ് ഓൾ ദെയർ. അപ്പം എന്നിട്ട് വന്ന് ഇങ്ങനെ ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്യുന്നത് ഐ ഹാവ് നോ വേർഡ്സ്. സോ ബാക്കി കേൾപ്പിക്കാം. അന്ന് തൻവിക്ക് അതൊരു തൊല്ല തന്നെ ആയിരുന്നിരിക്കാം. കാരണം അവർ പ്രഗ്നന്റ് ആണ്, മനസ്സിലായില്ല. ആ സമയത്ത് ഭയങ്കര മൂച്ചിങ്സ് ആയിരിക്കും. ഞാൻ കേട്ടിട്ടുണ്ട് ഭയങ്കര മൂച്ചിങ്സ് ആയിരിക്കും എന്ന്. ആ സമയത്ത് അമ്മൂമ്മ വിളിച്ചിട്ട് എനിക്ക് ആരുമില്ല മക്കളെ, വാ മക്കളെ, വാ മക്കളെ, വാ മക്കളെ എന്ന് പറയുമ്പം ആർക്കാണെങ്കിലും പൊളിയും. അത് നിങ്ങളോട് ഷെയർ ചെയ്തു, നിങ്ങളത് ഇപ്പം എടുത്ത് അങ്ങോട്ട് ഇടുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ. അതിനെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നുള്ളൂ അല്ലേ? അങ്ങനെ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. നിങ്ങൾ പിന്നെ അന്നത്തെ കാര്യമൊക്കെ പറഞ്ഞ് ഇപ്പോഴത്തെ ഇഷ്യൂ, അവരെ നോക്കാൻ ആരുമില്ല, ഒന്നും വേണ്ട, നിങ്ങൾ പോണ്ട, അഹാനയോട് അവരെന്തൊക്കെയോ പറഞ്ഞു, ഓക്കെ വേണ്ട. അവരുടെ സ്വന്തം മകളില്ലേ അവിടെ? അവര് പോയാൽ മതി. എപ്പോഴെങ്കിലും ഡെയിലി ഒന്നും പോകേണ്ട കാര്യമില്ല. അവർക്ക് ഇങ്ങനെ അസുഖം കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എല്ലാവരെ കൊണ്ടൊന്നും പറ്റില്ല ഹാൻഡിൽ ചെയ്യാൻ. വീക്കിലി 1-2 ദിവസം അത് ചെയ്താൽ മതിയായിരുന്നു ഹാന. അതിന് നിങ്ങൾ ഇനി ന്യായീകരണം കൊണ്ട് വരരുത്. 15 മിനിറ്റ് എങ്ങാണ്ടല്ലേ ഉള്ളൂ നിങ്ങളുടെ അടുത്തുനിന്ന്. ബാക്കി എല്ലാരും കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ പറയും. എങ്ങനെയുണ്ട്? ഇനി തൊട്ട് ചിക്കൻ കറി എന്നും അമ്മൂമ്മ വെച്ച ചിക്കൻ കറി കഴിക്കുന്ന കൊച്ചുമക്കൾ. പണ്ടത്തെ വീഡിയോകളാണ് ഇതൊക്കെ. ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുക കേട്ടോ. ഞാൻ വെറുതെ വലിച്ചു നീട്ടി ഇനി നീട്ടുന്നില്ല. എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ, പോരെ, ഇത്രയൊക്കെ മതി. അമ്മൂമ്മ വെച്ച ചിക്കൻ കറി, അമ്മൂമ്മയുടെ കൂടെ സിംഗപ്പൂർ പോകുന്ന, ഇങ്ങനെ അഹാന ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ അവർക്ക് എന്തൊക്കെയോ വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വിറ്റ് കാശാക്കിയിട്ടുമുണ്ട്. ഓക്കെ, നിങ്ങളത് ഞങ്ങളുടെ അടുക്ക പറയരുത്, ജനങ്ങളുടെ അടുക്ക പറയരുത്. നിങ്ങൾ അവർക്ക് എന്തൊക്കെയോ നിങ്ങൾ ചെയ്തു കൊടുത്തു എന്ന് പറയുന്നത് തന്നെ അവിടെ തന്നെ തീർന്നു. നിങ്ങളുടെ ഒരു ഈ ഡിഗ്നിറ്റി എന്നൊക്കെ പറയുന്ന സാധനം അവിടെ തീർന്നു. പിന്നെ ഈ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഞങ്ങളെ കാണിച്ചിട്ടുമുണ്ട്. ഓക്കെ, അങ്ങനെ കാണിച്ച് നിങ്ങൾ അതിനകത്തൊന്നും കാശുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല വൃത്തിക്ക് കാശുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ വലിയ കഥയും കൊണ്ട് ഇറങ്ങരുത് അഹാന, നിർത്തിക്കോ. ഓക്കെ, നിർത്തിക്കോ. ഈ യൂട്യൂബ് പരിപാടി തന്നെ നിങ്ങൾ പിന്നെ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് വ്യൂസ് വരും, അതറിയാം, നിങ്ങൾക്ക് തന്നെ അറിയാം. അതിൻ്റെ ഒരു അഹങ്കാരമാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വ്യക്തമായിട്ട് യൂട്യൂബിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അത്രേ ഉള്ളൂ. ഞാൻ ഇനിയും കൂടുതലായിട്ട് ഈ വിഷയത്തിൽ ഇങ്ങനെ ചൊരണാൻ വരുന്നില്ല. എനിക്ക് വലിയ താല്പര്യമില്ല. ഈ കഴിഞ്ഞ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചല്ലോ, ഈ മുക്കിക്കളഞ്ഞതൊക്കെ, അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് നമുക്ക് അയച്ചു വന്നപ്പോഴത്തേക്കും സംസാരിക്കണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.